ഗൈസ് നമ്മളിന്ന് പൂച്ചനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കേട്ടോ, ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, ഭാവിയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ല, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വോട്ടായിട്ട് ലീവാട്ടോ ഞങ്ങൾക്ക്. ഷാന് സ്കൂളിൽ പോയി. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ചെറിയൊരു പൂച്ചനെ വാങ്ങാൻ പോവാണ്. നോക്കി നോക്കട്ടെ പോയിട്ട് പറ്റില്ലെന്ന്. വീഡിയോ തന്നെ കാണണമെങ്കിൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓട്ടോറിക്ഷ വിളിച്ചിരിക്കണു. ഓട്ടോറിക്ഷ വരാണെങ്കിൽ കാത്തുക്കട്ടെ. ഇപ്പോൾ വൈസ് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ് കട, കൊറ്റിയോടാണ്. അവിടെ വിയ കൃഷിയാണ് ബാങ്ങളുള്ളത്. തൊട്ടടുത്ത് തന്നെ കേട്ടോ, അത്ര ദൂരമൊന്നുമില്ല. എത്ര ഇതിന്? അപ്പൊ ഇപ്പൊ സൂചി ഒന്നും വെക്കണ്ട. പേടി ഒന്നും കാട്ടൂലേ. ഇതാരം പൂച്ചനെ നോക്കുക. പൂച്ചനെ എങ്ങനെ കളിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ മുന്നിൽ കാട്ടിയത് പൂച്ചനെ നമ്മളേക്ക് കളിക്കും. അപ്പോഴാണ് മുടിയാകുക. പൂച്ചനെ എങ്ങനെ പിടിക്കുക, എങ്ങനെ എടുക്കുക, ഇതെങ്ങനെ വെക്കുക, എന്താണ് വളർത്തുക നോക്കുക. നഖമൊക്കെ വെട്ടണ്ടേ? ആ, അതൊന്ന് വെട്ടിയൊരു സൂചിയൊക്കെ വെച്ചിട്ടാണ്. നഖം വെട്ട നോക്കണം. എങ്ങനെ വിടേ? വികൃതി കൂടുതല. അങ്ങനെ കഴിച്ചതല്ലേ വേണ്ടത്. മുറിയൊന്നും ഇല്ലല്ലോ. ഒക്കെ നോക്കിക്കോളി. പിന്നെ തിരിച്ചിരിക്കില്ല. എന്തൊക്കെ ഉണ്ടോന്ന് ഒക്കെ നോക്കി. നിങ്ങള് നാളെ മറ്റന്നാളെ കൊണ്ട് കൊടുന്നാൽ ഞാൻ എടുക്കില്ല. വേടാ അതൊന്ന് വെറ്റായിട്ടാണ്. അത് ഇങ്ങനത്തെ പോയിട്ട് പൂച്ച
ഇന്നത്തെ വേഗം മുറിക്കാം. നമുക്ക് കളിച്ചിട്ട് അങ്ങനെ കാണാം. 50 രൂപയ്ക്ക് അത് കൂട്ടിയില്ല, മറ്റേ 900 കൂട്ടിയിട്ടില്ല. അടച്ചു അടച്ചു അടച്ചു. ഇങ്ങനെ ഇട്ടിട്ട് എന്റെ മകൻ വെട്ടിയല്ലേ. അത് നമുക്ക് വെട്ടാം. അറിയുന്നത് ഗൈസ് നമ്മൾ പൂച്ചനെ വാങ്ങി വരും കേട്ടോ. ക്രോസാണ്. പോണവയ്ക്ക് മൃഗാശുപത്രിയിലൊന്നും കാരണം സൂചി വെക്കാനല്ല, സൂചി വെക്കാൻ എത്ര ചോദിച്ചാണ് കേട്ടോ. നാളെ കൊണ്ടുപോയി സൂചി വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടേ. നോക്കിയേക്കാം പോയിട്ട്. നടക്കാൻ വയ്ക്കണില്ല തോന്നുന്നു. പരിചയമല്ലല്ലോ അങ്ങനെ പറഞ്ഞാലോ. എന്റെ പേര് എന്റെ കാല് എഴുതിയിട്ട് കേട്ടാൻ പറ്റില്ലാന്നോ? ഇത് ചെറുസായിന്റെ പൂച്ചയല്ല, നമ്മളുടെ പൂച്ചയാണ്. തിന്ന് ആ തിന്ന് തിന്ന്. കുറച്ച് വെള്ളം വെച്ചിട്ട് കേട്ടോ.